വെൽക്കം ടു മാറ്റ്കം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT കെമിസ്ട്രി ക്ലാസ് +2 ചാപ്റ്റർ 3 കെമിക്കൽ കൈനറ്റിക്സ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അടുത്തതായിട്ടുള്ളത് ദ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഓർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എങ്ങനെയാണ് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ മനസ്സിലാവുന്നത്? ഫോർ എക്സാമ്പിൾ, if you're considering a general reaction in which if the reactants are converted to product, reactantകൾ product ആയി മാറുന്ന ഒരു റിയാക്ഷൻ, അതിനകത്ത് നമുക്കിപ്പോൾ എഴുതാം rate is equal to the rate constant into the concentration of reactant raised to the power of order. Order എത്രയാണ്? 1 ആണ്. So that is equal to 1. നമുക്കറിയാം the rate of the reaction differential formula എങ്ങനെ എഴുതാം? Negative of dr by dt, the change in concentration of reactant with respect to time. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് എഴുതാം നെഗറ്റീവ് ഓഫ് dr divided by dt will be equal to k into concentration of r raised to 1. That is dr divided by dt is equal to minus k into concentration raised to r. So if you rearrange minus dr by r is equal to minus k dt. നമ്മൾ ഇത് എന്തിനാണ് ചെയ്തത്? നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരേ വേരിയബിൾസിനെ എല്ലാം ഒരേ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. സോ നൗ ഇഫ് യു ട്രൈ ടു integrate on both sides, you will get integral of dr divided by r is equal to integral of minus k dt. So when you take integral of dx by x is equal to ln x. So if you are integrating dr by r means you will be getting ln r will be equal to minus k, you can take outside, into integral of dt. That will be equal to, so integral of minus k dt can be written as minus k constant ആയതുകൊണ്ട് വെളിയിൽ എടുത്താൽ integral of dt, integral of dx x ആണെങ്കിൽ integral of dt എന്ന് പറയുന്നത് വരും t എന്ന് കിട്ടും, minus of kt. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഡെഫിനറ്റ് ഇന്റഗ്രലും ഇൻഡെഫിനറ്റ് ഇന്റഗ്രലും തമ്മിലുള്ള വേരിയേഷൻ ഡിഫറൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. മനസ്സിലാവാത്തതൊന്ന് കണ്ടു നോക്കാം. സോ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ ഇല്ലാത്തത് കൊണ്ട് വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ. സോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടി. നമുക്ക് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ടിയും അതുപോലെ തന്നെ ആറുമാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു അസ്യൂം, ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അസ്യൂം ചെയ്താൽ അറ്റ് t is equal to 0, ടൈം 0 ആകുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 will become റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എന്താവും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആവും. സോ എന്ത് സംഭവിക്കും? ln r naught, കാരണം ടൈം t equal to 0, r will become equal to r naught. ln r naught equal to k into 0 equal to 0 plus i. So i will be equal to ln r naught. Let it be equation number 2. ഈ 2 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, 2-നെ ഇക്വേഷൻ നമ്പർ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ln r is equal to minus kt plus ln r naught. ln r is equal to minus kt plus ln r naught. Okay. സോ ഈ കെ ടി നമ്മളൊരു സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? ln r മൈനസ് ln r naught is equal to minus kt. ln r minus ln r naught is equal to minus kt. So we know that kt will be equal to ln r naught minus ln r. How? നെഗറ്റീവിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? kt will be equal to negative of ln r minus ln r naught. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ negative of ln r minus of minus r, that will be equal to ln r naught. So എന്ത് കിട്ടും? ln
ആർ നോട്ട് മൈനസ് എൽ എൻ ആർ എന്ന് കിട്ടും. ഇവിടെ ഒരു സ്റ്റെപ്പിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ലോഗരിതം എടുക്കുമ്പോൾ നാച്ചുറൽ ലോഗരിതമോ ലോഗരിതം ടു ദ ബേസ് 10 എടുത്താൽ എന്തെടുത്താലും എൽ എൻ എ മൈനസ് എൽ എൻ ബി ഈക്വൽ ടു എൽ എൻ എ ബൈ ബി. എൽ എൻ എ minus ln b equal to ln a by b. So this is equal to ln r naught divided by r. So what we can write? K is equal to 1 by t into ln r naught divided by r. Let it be equation number 4. So ഈ logarithm to the base c യിൽ നിന്ന് logarithm to the base 10 ലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Therefore k is equal to 2.303 divided by t into logarithm of r naught divided by r. K എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്ന ടൈം ടേക്കൺ, ആർ നോട്ട് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ, ആർ എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 5. ക്ലിയർ? ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് കിട്ടി k is equal to 2.303 divided by t into logarithm of r naught divided by r. സോ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? kt divided by 2.303 equal to logarithm of r naught divided by r. log a minus log b, log a by b ആണെങ്കിൽ log a by b യെ log a minus log b എന്ന് എഴുതാം. log a by b equal to log a minus log b. ഇപ്പൊ log r naught minus r നമുക്ക് എന്ത് എഴുതാം? logarithm of r naught minus logarithm of r. So this is equal to kt divided by 2.303. So if you rearrange, okay. So when you take this particular equation, you can understand that here which are the variable? The time is a variable, then r is a variable. Time variable ആണ്, r variable ആണ്. പക്ഷെ r naught എന്ന് പറയുന്നത് എന്താണ്? r naught എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. So r naught കോൺസ്റ്റന്റ് ആണ് എങ്കിൽ so we can write it as log r. Log r is equal to log r naught minus kt divided by 2.303. നമ്മൾ ഇതിനെ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് അസ്യൂം ചെയ്താൽ y ഈക്വൽ ടു mx പ്ലസ് സി. കാരണം എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് ടൈം വരും, വൈയുടെ സ്ഥാനത്ത് ലോഗ് ആർ വരും. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ എന്തൊരു ഇക്വേഷൻ കിട്ടിയാലും y ഈക്വൽ ടു mx ഫീൽ ഫോമിൽ എഴുതാൻ പറ്റിയാൽ അതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ y ആക്സിസിൽ ലോഗ് ആർ എടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുത്താൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ഇതിനോട് കമ്പയർ ചെയ്തേ. ടി എന്ന് പറയുന്നത് mx എന്ന് പറയുന്നത് മൈനസ് കെ ടി ഡിവൈഡ് ബൈ 2.303 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ സ്ലോപ്പ് എന്ത് വരും? മൈനസ് കെ ഡിവൈഡ് ബൈ 2.303. ഇപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനെ കിട്ടും, നെഗറ്റീവ് സ്ലോപ്പ് ആണ് ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് പോസിറ്റീവ് സ്ലോപ്പ്, ദിസ് ഇസ് നെഗറ്റീവ് സ്ലോപ്പ്. സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കെ ഡിവൈഡ് ബൈ 2.303 ആയിരിക്കും. നമ്മൾ ഇതിനെ y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് y ആക്സിസിന് ഇവിടെ കൂട്ടിമുട്ടും. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റ് ഈസ് നത്തിങ് ബട്ട് കോൾഡ് c. ദിസ് ഈസ് കോൾഡ് y ഇന്റർസെപ്റ്റ്. അപ്പോൾ y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് r naught. ലോഗരിതം ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ ഡിവൈഡ് ബൈ 2.303 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് വേറൊരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നതെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് kt equal to divided by 2.303 equal to logarithm of r naught divided by r. Logarithm of r naught divided by r. ഇതിനെ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. കാരണം എങ്ങനെയാണ്? ഇതിനെ y ആയിട്ട് അസ്യൂം ചെയ്താൽ mx പ്ലസ് സി. അവിടെ എന്താണ്? ഇന്റർസെപ്റ്റിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ നോക്കിയ സ്ലോപ്പ് എന്താ കിട്ടുക? പോസിറ്റീവ് വാല്യൂ കിട്ടുക. k ബൈ 2.303 ആണ് നമുക്ക് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ ഫോർ എക്സാമ്പിൾ y ആക്സിസിൽ ലോഗ് r0 ഡിവൈഡഡ് ബൈ r.
R0 divided by R versus R0 divided by R versus time എടുത്താൽ you will get a straight line intercept 0. Intercept 0 എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ കടന്നു പോകും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് k divided by 2.303 ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമതൊരു ഗ്രാഫ് ഇങ്ങനെ കൂടി വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഇക്വേഷൻ എടുത്തു നോക്കി. ഇവിടെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് k is equal to 2.303 by t. K is equal to 1 by t ln r0 divided by r. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എടുക്കുക. kt equal to ln r0 minus ln r. സോ ഈ ഒരു ഇക്വേഷൻ എടുത്താൽ kt equal to ln r0 minus ln r. ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് ഒന്ന് r ഉണ്ട്, t ഉണ്ട്. സോ നമ്മൾ ഇതിനെ എടുത്താൽ ln r നെ എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? ln r0 minus kt. അപ്പൊ ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു. ഇതിനെ y വേരിയബിൾ ആയിട്ട് y ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ യു ക്യാൻ പ്ലോട്ട് വിത്ത് ln r വേഴ്സസ് ടൈം. ln r വേഴ്സസ് ടൈം. ln r വേഴ്സസ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോ ഇവിടെ നോക്കിക്കേ, സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് k ആണ്, ഇന്റർസെപ്റ്റ് ഉണ്ട്. സോ ദ നെഗറ്റീവ് സ്ലോപ്പുള്ള ലൈൻ ഇങ്ങനെ വരും. ഇതിന് ഇന്റർസെപ്റ്റ് എടുത്താൽ ഇത് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ln r0 ആയിരിക്കും. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു -k ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് പ്ലോട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഹാവ് വൺ മോർ തിങ്. ഇവിടെ ഈ ഇക്വേഷൻ എടുത്ത് ln r0 minus ln r nothing but equal to ln r0 divided by r equal to kt. ഇതിനെ നമ്മൾ നേരെ തിരിച്ചെഴുതി എന്ത് സംഭവിക്കും? ln r0 divided by r വരുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് വരും. കാരണം ln a by b equal to നെഗറ്റീവ് ഓഫ് ln b by a ആണ്. ഈക്വൽ ടു kt എന്ന് കിട്ടും. സൈനെ അപ്പുറത്തോട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ln r0 divided by r equal to -kt. ഇനി നമുക്ക് ഈ പറയപ്പെടുന്ന ഇക്വേഷനിൽ നിന്ന് ലോഗരിതം റിമൂവ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ലോഗരിതം ടു ദ ബേസ് 10 ആണോ ലോഗരിതം ടു ദ ബേസ് c ആണോ നോക്കാം. ln മീൻസ് ലോഗരിതം ടു ദ ബേസ് c ആണ്. ലോഗ് മീൻസ് ലോഗരിതം ടു ദ ബേസ് 10 ആണ്. ഇത് ലോഗരിതം ടു ദ ബേസ് c ആയതുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ട് രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുക. ടേക്കിംഗ് exponential function on both sides. E means exponential function. Exponential function on both sides. What will you get? You will get e raised to ln r0 divided by r is equal to e raised to minus kt. ഇവിടെ അറിയേണ്ട കാര്യം e raised to ln x equal to x. So e raised to ln r0 divided by r will be equal to r0 divided by r will be equal to, sorry, I made a mistake, ln r0 divided by r. So when I am reversing it, so I need to correct this particular part. Be very careful. ln r0 divided by r is equal to kt means negative when you are dividing, when you are taking it up, it should be opposite. So it will be like ln r by r0, ln r by r0 is equal to kt. Therefore ln r by r0 will be equal to minus kt. Therefore here what we will get? E raised to ln r by r0, e raised to ln r by r0 equal to e raised to minus kt. E raised to ln x equal to x ആണെങ്കിൽ e raised to ln r by r0 will be equal to r by r0 will be equal to e raised to minus kt. Therefore r is equal to r0 into e raised to minus kt. ഇവിടെ ഉണ്ടായ മിസ്റ്റേക്ക് ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ എഴുതിയിരുന്നത് ln r0 ഡിവൈഡ് ബൈ r ആയിരുന്നു. അതായത് ലോഗരിതം ഓഫ് a ബൈ b എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് b ബൈ a ആണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നെഗറ്റീവ് ഓഫ് ലോഗരിതം ഓഫ് r ബൈ r0 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ അത് ആദ്യം എഴുതിയപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഫംഗ്ഷനുള്ളിലെ പാർട്ട് റിവേഴ്സ് ചെയ്ത് എഴുതുന്ന കാര്യം വിട്ടുപോയി. അതൊന്ന് കറക്റ്റ് ചെയ്തോണം. അതാണ് പറഞ്ഞത്. ഓക്കെ, സോ r ഈസ് ഈക്വൽ ടു r0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് kt എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇതാണ് ഇതിന്റെ മറ്റൊരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് ln r
ln r is equal to minus kt plus ln r naught. എവിടെയാണ് ഇക്വേഷൻ ഉള്ളത്? ഓക്കെ, സോ വി ഹാവ് ചെക്ക് ln r is equal to minus kt plus ln r naught. ആ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണെങ്കിൽ എടുത്തെഴുതിയാൽ നമ്മൾ ടൈം 2 ടൈം ഇന്റർവെൽ ഉണ്ടാക്കുന്നു വിചാരിക്കും. ഫോർ എക്സാമ്പിൾ അറ്റ് ടൈം t1 r is equal to r1, അറ്റ് ടൈം t2 r is equal to r2 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ln r1 equal to minus k t1 plus ln r naught. The same way ln r2 equal to minus k t2 plus ln r naught. അതായത് t1 ടൈമിൽ റിയാക്ടന്റെ മിച്ചുള്ള കോൺസെൻട്രേഷൻ r1, t2 ടൈമിൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ r2 ആണെങ്കിൽ ഇതിനെ ഇക്വേഷൻ നമ്പർ a എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ b എന്നും കൊടുത്താൽ നമുക്ക് രണ്ട് ഇക്വേഷനോടെ സബ്സ്ട്രാക്ട് ചെയ്യുവാൻ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ b മൈനസ് a വിൽ ഗിവ് യു ln r2 മൈനസ് ln r1 ഈക്വൽ ടു മൈനസ് k t2 മൈനസ് k t1. ln r നോട്ടും ln r നോട്ടും ക്യാൻസൽ ആയി പോകും. സോ വാട്ട് വിൽ യു ഗെറ്റ്? മൈനസ് k t2 പ്ലസ് k t1. ln a minus ln b. ln a minus ln b equal to ln a by b, that is ln r2 by r1. So it is equal to ln r2 by r1 will be equal to, so if you take minus k outside means you will get t2 minus t1. Minus k will എടുക്കുമ്പോൾ we have t2 minus വെളിപ്പോൾ പിന്നെ മൈനസ് ആകത്തുണ്ട്. സോ t2 minus t1 എന്ന് കിട്ടും. ക്ലിയർ? ഫൈൻ. സോ ഈ നെഗറ്റീവിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ln r2 by r1 equal to k into t2 minus t1. k into t2 minus t1. That is ln r1 by r2 equal to k into t2 minus t1. k into t2 minus t1. അപ്പം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷനെ നമുക്ക് ഡിഫറെന്റ് ഫോമിൽ എഴുതാൻ പറ്റും. ഗ്രാഫിനെ നമുക്ക് ഡിഫറെന്റ് ഫോമിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കണ്ടത്. ഇനി ലൈനെ പ്ലോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ലോഗരിതമായി ബന്ധപ്പെട്ടും യാതൊരു സംശയമില്ലാത്തവർക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഡൗട്ട് ഉള്ളവർ മാത്രം ഇതിന് ഫർദർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കാണുക. ഫോർ എക്സാമ്പിൾ, ഒരു ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിലെ കോർഡിനേറ്റ്, ഇത് x ആക്സിലെ കോർഡിനേറ്റ്. ഏതെങ്കിലും ഒരു ഇക്വേഷനെ y ഈക്വൽ ടു എം എക്സ് എഫ് സി ഫോമിൽ എഴുതാൻ പറ്റിയാൽ നമ്മൾ ആ ഗ്രാഫിനെ y വേഴ്സസ് എക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ദാറ്റ് മീൻ ദിസ് ഈസ് നെഗറ്റീവ് സ്ലോപ്പുള്ള കർവ്, ഇത് പോസിറ്റീവ് സ്ലോപ്പുള്ള കർവ്. ഈ പറയപ്പെടുന്ന ലൈൻ y ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സിയുടെ വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് ഒറിജിനിലൂടെ കടന്നു പോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ച കാര്യം ln a by b ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ln b by a. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ln a by b ഈക്വൽ ടു ln a മൈനസ് ln b. ദെൻ e റൈസ് ടു ln x ഈക്വൽ ടു x. ഇത്രയും കാര്യമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ വീഡിയോയിൽ ലെന്ത് അല്പം കൂടുതലാണ്, കാരണം ഡെറിവേഷൻ കുറച്ച് നീളം കൂടിയതായതുകൊണ്ട്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെയോ ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമാണെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ പറയുക. As a token of gratitude, please like to this particular video, share with your friends, keep watching, keep learning. Thanks for watching. Bye.